പഴനിയിലെത്തുന്ന സുഭദ്രയും കാവടിയും കാവടിയുടെ സുഹൃത്തിന്റെ മകളായ മൈലമ്മയെ കാണുന്നു. കുട്ടിമണിയെ വയലൂരും വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശാരദ ശ്രമിക്കുന്നു. അമ്മ വേണമെങ്കിൽ കുട്ടിമണിയെ വിളിച്ചോണ്ട് വാ. മനസ്സുജൻ ഏതായാലും ഗേറ്റ് വരെ വരാനുള്ള അനുവാദം ഉണ്ടല്ലോ. അച്ഛൻ നഷ്ടപ്പെട്ട മയിലിനെ വയലൂരും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഒറ്റയ്ക്ക് പഴനിയിൽ താമസിക്കാനുള്ള സാഹചര്യമല്ല മയിലിന്. അതാ ഞാൻ അവളെ ഇങ്ങ് കൂട്ടിക്കൊണ്ടുവന്നു. മയിലിന്റെ വരവിൽ ഇന്ദുവിനും മതികലയ്ക്കും സംശയം. അവള് നമുക്ക് തലവേദന തന്നെയാവും. വെറും തലവേദനയല്ല, ഒരിക്കലും മാറാത്ത ചെന്നിക്കുത്ത്. ലോകത്തിൽ ഒരു ഭർത്താവിനും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യത്തിലാ സീത തിരിച്ചു വരുന്നതും. അതും നേരാ. യാരുമാ ഇന്ത സീത? എന്റെ മൂത്ത മരുമകളാ മോളെ. നീ വന്നപ്പോ കണ്ടില്ലേ ഇവിടുത്തെ മൂത്തയേട്ടൻ? ഇവളുടെ മൂത്ത ചേട്ടൻ എന്ന് പറ. മയിലിന്റെ മൂത്ത ചേട്ടൻ. ആ അതെ, മോളുടെ മൂത്തയേട്ടൻ. ചേട്ടന്റെ ഭാര്യയായിരുന്നു. ഇപ്പൊ ആദ്യ ഭാര്യയെന്ന് പറയണം. ഓ, എങ്കേയും ചിന്ന വീടാ? ചിന്ന വീടും കുന്തമൊന്നും അല്ല മോളെ. ഒരു സുപ്രഭാതത്തിൽ ബാലന്റെ ഭാര്യയെ കാണാതാവുന്നു. ലോകമായ ലോകം മുഴുവനും തിരക്കി. അതിന്റെ പേരിൽ ബാലനെ പോലീസുകാരെ പിടിച്ചുകൊണ്ടായി ഇടുക്കിയൊക്കെ ചെയ്തു. ആ സീതയാണ് കുറച്ചു നാൾക്ക് മുമ്പ് തിരിച്ചു വന്നത്. അതും ബാലൻ കല്യാണം കഴിച്ച ഒരു പുതിയ ജീവിതം തുടങ്ങിയപ്പോ. അവര് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിന് എന്തിനാ ശാരദയെ ബാലൻ കുട്ടിമണിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത്? ഇവിടത്തെ പെങ്കൊച്ചാ കുട്ടിമണി. സ്വന്തമായിട്ട് ഒരു പിടിമണ്ണ് ഇവിടെ അവകാശപ്പെട്ടവളാ കുട്ടിമണി. അവൾക്ക് ബുദ്ധിക്ക് അല്പ കുറവ് കൊടുത്തിട്ടുള്ളൂ. അറിയാലോ, എന്റെ അച്യുതൻ രാജകുമാരിയായിട്ട് അവളെ വളർത്തിയത്. എന്നിട്ട് അവള് പോയിട്ട് വല്ലവരുടെയും ദയയില് ഏതോ റബ്ബറും കാട്ടില് വാടക വീട്ടില് താമസിക്കുകയെന്ന് വെച്ചാല് ഞാൻ എന്ത് ചെയ്യാനെന്നാത്തൂനെ? മനസ്സുജനൊപ്പം കുട്ടിമണിയെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് ബാലന് വാശിയാ. കുട്ടിമണി വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിന്നോട്ടേന്ന്. പിന്നെ അവന് മാത്രം താമസിച്ചാ മതിയോ ഭാര്യ ഭർത്താവുമായിട്ട്? കുട്ടിമണി മനസ്സുജനെ ഉപേക്ഷിച്ച ഇവനെന്താ കുട്ടിമണിയെ വേറെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കോ? അത് വയറ്റിക്കണ്ണിയായിരിക്കുന്ന കൊച്ചിന് ഇവനിത്ര മനസാക്ഷി ഇല്ലാതായി പോയോ? മനസാക്ഷിയൊന്നും ഇല്ലാഞ്ഞിട്ടല്ലടി. ചില സമയത്ത് മനുഷ്യന്റെ ബുദ്ധി ആരെങ്കിലും വന്ന് കറുത്ത തുണി കൊണ്ട് അങ്ങ് മൂടും. ഇപ്പോ ആ അവസ്ഥയിലാണ് അവൻ. സാരമില്ല, ഞാൻ ബാലനോടൊന്ന് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുമെന്ന എന്റെ വിശ്വാസം. അണ്ണനെന്ന് പറയണം. എങ്ങനെയെങ്കിലും എന്റെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം. അണ്ണൻ ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയാലേ പറ്റൂ. നോക്കട്ടെ. മോള് ഓരോരോ പ്രശ്നങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാ ഇവിടെയല്ലേ? അതെല്ലാം പരവാലമ്മ, இந்த பிரச்சனை എല്ലാം തീരും. മോളുടെ നാവ് പൊന്നായി തീരട്ടെ. അമ്മ പ്രാർത്ഥിച്ചാ പോതുമ്മ, എല്ലാ പ്രശ്നയും തീരും. അമ്മാവോട് കുട്ടുമണി ഇങ്ങ வரவும் செய்யும். அந்த பழனி ஆண்டவன் தான் துணை. തിരക്കിലോ മറ്റോ ആണോ നീ? എന്ത് തിരക്ക്? അതെന്താ അപ്പച്ചിപ്പം പതിവില്ലാത്തൊരു ചോദ്യം? പതിവില്ലാത്തതൊക്കെയാണല്ലോ ഇപ്പൊ നമ്മുടെ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചതാ. അപ്പച്ചിപ്പം കാര്യം പറഞ്ഞോ? കുട്ടിമണിയുടെ കാര്യം തന്നെ. ഞാൻ ഊഹിച്ചു. ഇവിടെ എല്ലാവർക്കും കുട്ടിമണിയുടെ കാര്യമല്ലേ പറയാനുള്ളൂ. ഇവിടെ ഉള്ളവരുടെ ലോകം അവളെ ചുറ്റിപ്പറ്റി ആയിരുന്നല്ലോ. ഇപ്പോഴല്ലേ അവളെ ആർക്കും വേണ്ടാതായത്? ഇപ്പോഴും അവളോടുള്ള ഇഷ്ടം ആർക്കും കുറഞ്ഞിട്ടൊന്നുമില്ല. എന്നാര് പറഞ്ഞു? നീ നിന്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്ക്. കുട്ടിമണിയോട് പഴയ ഇഷ്ടം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടത്തില്ലായിരുന്നു. ഈ അവസ്ഥയിൽ പുറത്ത് നമ്മുടെ കൊച്ചിനെ, അതും വാടക വീട്ടിൽ താമസിക്കേണ്ട അവസ്ഥയിലേക്ക്. ഞാൻ ഇറക്കി വിട്ടത് കുട്ടിമണിയല്ല, അവനെയാ, ആ മനസ്സിജനെ. അങ്ങനെ പറഞ്ഞ് സ്വയം സമാധാനിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? പല ആര് പുറത്തായാലും കൂട്ടത്തിൽ നമ്മുടെ കൊച്ചു പുറത്തായില്ലേ? മനസ്സാ വാച അതിനിതിൽ എന്തെങ്കിലും അറിവുണ്ടോ? അതുമില്ല. മനസ്സിജൻ ഇവിടെ നിൽക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞോളൂ. കുട്ടിമണി നിന്നോട്ടെ. നടക്കത്തില്ല എന്ന് നിനക്ക് തന്നെ ഉറപ്പുള്ളൊരു കാര്യം നീ പറയരുത് ബാല. മനസ്സിജനില്ലാതെ കുട്ടിമണി വരത്തില്ല എന്ന കാര്യം നിനക്ക് നല്ലോണം അറിയാം. പിന്നെ എന്തിനാ തൊടുന്യായത്തിൽ പിടിച്ച് നിൽക്കുന്നത്?
ബാല, നിന്റെ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അനുസരിക്കൂ? കുട്ടിമണിയും മനസ്സിജനെയും ഈ വീട്ടിലോട്ട് കൊണ്ടുവരുന്ന കാര്യമായിരിക്കും. പറ്റത്തില്ല. അതെന്താ പറ്റാത്തത്? അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ അച്യുതനളിയന്റെ സ്ഥാനത്ത് നിന്നാ നിന്നോട് സംസാരിക്കുന്നത്. അപ്പച്ചിയപ്പൻ ദേവി ഇത് എന്നെ കൂടി മനസ്സിലാക്കണം. മനസ്സിലാവാനിട്ടല്ല മോനെ. കുട്ടിമണി ബുദ്ധിയും ബോധവും കാര്യപ്രാപ്തിയൊക്കെ ഉള്ളൊരു പെണ്ണായിരുന്നെങ്കിൽ ഞാനിങ്ങനൊരു അപേക്ഷ കൊണ്ട് നിന്റെ മുമ്പിൽ വരില്ലായിരുന്നു. നീയും മനസ്സിജനും തമ്മിലുള്ള വഴക്കിന്റെ പേരിൽ നാളെ മനസ്സിജൻ കുട്ടിമണി ഉപേക്ഷിച്ചു പോയാൽ? ആ, പോയാ പോട്ടെ. ഓ, അങ്ങനെ പറയാൻ എളുപ്പമാ. പക്ഷെ പിന്നീടുള്ള നിന്റെ പെങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഇപ്പൊ നിന്റെ അമ്മയുടെ മനസ്സിലുള്ള ആദിയെക്കുറിച്ചൊന്ന് ചിന്തിച്ചേ. ഞാൻ എല്ലാത്തിനെ പറ്റിയും ചിന്തിച്ചിട്ടുണ്ട്, ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എന്നെപ്പറ്റി ആര് ചിന്തിക്കുന്നു? നിന്നെ പറ്റിയും എല്ലാരും ചിന്തിക്കുന്നുണ്ട് ബാല. നിന്നെയും കുട്ടിമണിയെയും നീ ഒരേ തട്ടിൽ വെച്ച് അളക്കല്ലേ. വന്നു കയറിയ പെൺകുട്ടികൾക്ക് കുട്ടിമണിയുടെ അവസ്ഥയും നിന്റെ അമ്മയുടെ ആദിയൊന്നും വലിയ പ്രശ്നമായി തോന്നിയെന്ന് വരില്ല. പക്ഷേ നീ ആ കൂട്ടത്തിൽ കൂടാൻ പാടില്ല. അപ്പച്ചിയപ്പ ഞാൻ മോനെ, നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കുട്ടിമണിയുടെ പ്രസവം വരെയെങ്കിലും കുട്ടിമണിയും മനസ്സിജനെയും ഈ വീട്ടിൽ താമസിക്കാൻ നീ സമ്മതിക്കണം. ഒരു വളർത്തുപൂജയോട് കാണിക്കുന്ന ദയെങ്കിലും നീ നിന്റെ പെങ്ങളോട് കാണിച്ചാൽ മതി. കുട്ടിമണിയുടെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെയും ശാപം നീ തലയിൽ വാങ്ങിച്ചു വെക്കരുത്. നാളെ നിനക്കൊരു കുഞ്ഞുണ്ടായാൽ അത് മറ്റൊരു കുട്ടിമണിയായാൽ ഇത്രയും നീ ചിന്തിച്ചാൽ മതി. കുട്ടിമണി മനസ്സിജൻ ഇവിടെ ഒന്ന് നിൽക്കാനോ? അതെ, ചന്ദ്രേട്ടനായിട്ട് ഇനി അതിനെതിര് പറയണ്ട. ഇല്ലെന്തു, കുട്ടിമണി വേണേ വന്നോട്ടെ. പക്ഷെ അവൻ മനസ്സിജൻ, അവൻ ഇവിടെ കേട്ടാൻ പറ്റത്തില്ല. മനസ്സുജനില്ലാതെ കുട്ടിമണി വരത്തില്ല ചന്ദ്രേട്ടൻ. എങ്കി വരണ്ട. ചന്ദ്രേട്ടൻ അങ്ങനെ വാശി പിടിക്കരുത്. ഒരുപാട് വാശി പിടിച്ച ചന്ദ്രേട്ടൻ ഒറ്റപ്പെട്ടു പോകത്തേ ഉള്ളൂ. ഞാൻ എങ്ങനെ വാശി പിടിക്കാതിരിക്കും? ചതിക്കപ്പെട്ടത് ഞാനാ, മുറിവേറ്റത് എനിക്കാ. അത് എനിക്ക് അറിഞ്ഞൂടെ ചന്ദ്രേട്ട? എന്നിട്ടും ഇപ്പൊ എന്താ ഇന്ദുവിനൊരു മനമാറ്റം? കുട്ടിമണി മനസ്സിന് വരണമെന്ന് ഇന്ദുവിന് എന്താ ഇത്ര നിർബന്ധം? അത് പിന്നെ ചന്ദ്രേട്ട, പിന്നെ തെറ്റ് ചെയ്ത സീതയെ ചന്ദ്രേട്ടൻ ശിക്ഷിച്ചില്ലേ? ഇനി മനസ്സിജൻ അവൻ ചതിയനാണെന്ന് നമുക്ക് കുട്ടിമണിയെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ കുട്ടിമണി നമ്മുടെ കൂടെ വേണം. എന്നാലും ഇന്ദു, ദയവ് ചെയ്ത് ചന്ദ്രേട്ടൻ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഞാൻ എന്തായാലും ചന്ദ്രേട്ടനെ ചതിക്കോ? ചന്ദ്രേട്ടനെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കോ? ഗർഭിണിയായ പെങ്ങളെ ഇറക്കിവിട്ട ക്രൂരനായ ആങ്ങളെ എന്ന വിശേഷണം ചന്ദ്രേട്ടന് വേണ്ട. കുട്ടിമണിയും മനസ്സുജനും വരട്ടെ ചന്ദ്രേട്ട. അവനെ, ആ ചതിയനെ ചന്ദ്രേട്ടന് മുമ്പിൽ വെച്ച് ശിക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. സമ്മതിക്ക് ചന്ദ്രേട്ട, പ്ലീസ്. അയ്യോ, ഇതാരും അപ്പച്ചപ്പനോ? അപ്പൊ നീ എന്നെ മറന്നില്ലല്ലേ? അതെന്തൊരു വർത്താനം അപ്പച്ചപ്പ. 10-20 ദിവസം കാണാതിരുന്ന മറന്നുപോകും. അത് കൊള്ളാലോ. അല്ല, എന്നാ വന്നത്? ഞാൻ വന്നിട്ട് 2 ദിവസമായി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലേ? അറിഞ്ഞു, എല്ലാം അറിഞ്ഞു മോനെ. അറിഞ്ഞപ്പോ ഒരുപാട് സങ്കടം തോന്നി. നീയും കുട്ടിമണിയും ഇല്ലാത്ത വയലോരം വീട് ഒരു വയലോരം വീടാണോടാ? അങ്ങനൊന്നും ചിന്തിക്കണ്ട. അവിടെ അധികപ്പറ്റായിട്ടിരുന്ന 2 പേരാ ഞങ്ങളങ്ങ് പുറത്തായി, അത്രേ ഉള്ളൂ. പക്ഷേ പുറത്തായതിന് പിന്നിലുള്ള പല കഥകളും കാര്യങ്ങളും കേൾക്കുമ്പോഴാ എൻ്റെ നെഞ്ചിനകത്തൊരു പൊളച്ചിലുണ്ടാകുന്നത്. ഞാനും കേട്ടു മോനെ. എന്നിട്ട് അപ്പച്ചപ്പൻ അതൊക്കെ വിശ്വസിച്ചിട്ടുണ്ടോ ഞാൻ അത്രക്കാരനാണെന്ന്? ഇല്ല മോനെ, ഒരിക്കലുമില്ല. എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? ആരും അറിയാത്ത എന്തൊക്കെയോ ചതിയുടെ കഥയുണ്ട് മോനെ. എനിക്കത് മനസ്സിലായി.
ഇത് നേരത്തെ തോന്നിയിട്ടുള്ളതാ. പക്ഷെ തുറന്നു കാണിക്കാൻ പ്രത്യേകിച്ച് തെളിവുകളൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. സാരമില്ല, എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ന്യായാധിപനുണ്ടല്ലോ അങ്ങ് മുകളില്, മേഘങ്ങൾക്കിടയിൽ. ദൈവം ചോദിച്ചോളും. ദൈവം കൃത്യമായിട്ട് അതിന് കൂലിയും കൊടുത്തോളും. ഞാനിപ്പോ നിന്നെ കാണാൻ വന്നത് ഒരു കാര്യം പറയാനാ. എന്താ അപ്പച്ചിപ്പ? കുട്ടിമണിയും കൂട്ടി മനസ്സിജൻ വയലോരം വീട്ടിലേക്ക് തിരിച്ചു വരും. കുട്ടിമണിയും കുട്ടി ഞാൻ വരാനോ? വയലോരം വീട്ടിൽ വരാനോ? എൻ്റെ അപ്പച്ചിയപ്പ അവിടുത്തെ കാര്യങ്ങൾ അറിയാൻ വയ്യാത്തോണ്ടാ. ഞാനോ കുട്ടിമണിയോ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ബാലേട്ടന് ഭ്രാന്ത് പിടിക്കും. ബാലേട്ടനെ പിന്തുണയ്ക്കാനും പിന്നെ ഇന്ന് പറഞ്ഞു കൊടുക്കാനും പല ആളുകളുണ്ട്. അത് വേണ്ട അപ്പച്ചിപ്പ. ഞാനും എൻ്റെ കുട്ടിമണിയും എവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. നിങ്ങൾ ഇനി എങ്ങോട്ട് പോകാനാ പറ? ഇപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് അറിയാത്ത അവസ്ഥയിലല്ലേ? വാടകക്കാരൻ വീടൊഴിയാൻ പറഞ്ഞതൊക്കെ ഞാൻ അറിഞ്ഞു. സത്യം പറഞ്ഞാൽ എങ്ങോട്ട് പോകണമെന്ന് എനിക്കൊരു ഊഹവുമില്ല. ഒരു വഴിയും മുമ്പിലില്ല. എല്ലാ വഴികളിലും ഇരുട്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ എന്നൊക്കെ പറയുന്നില്ലേ, അത് തന്നെ. എന്നാലും വയലോരം വീട്ടിലേക്ക് വരാൻ വയ്യ. മോനെ, ആണുങ്ങൾക്ക് വാശി വേണം. നിന്റെ ഭാഗത്ത് ന്യായമുണ്ട്. പക്ഷേങ്കിൽ അത് ദുർവാശിയാവരുത്. ബാലനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ബാലൻ നാളെ നിങ്ങൾ വന്നാൽ ഇറക്കി വിടാനോ എതിര് നിൽക്കാനോ ഒന്നും വരത്തില്ല. അതുകൊണ്ട് കുട്ടിമണിയെ കൂട്ടി നീ അങ്ങോട്ട് വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഒന്നുമില്ലെങ്കിലും ആ പാവം ശാരദയ്ക്ക് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. കുട്ടിമണിയുടെ മനസ്സിന് കുറച്ച് സന്തോഷമാവും. നിങ്ങൾ വരണം. അപ്പച്ചിപ്പ അത് വേണ്ട, ഒന്നും തിരിച്ച് പറയണ്ട. വയലോരം വീട്ടിൽ മനസ്സിജനും കുട്ടിമണിക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. ഞാനില്ലേടാ അവിടെ. ആരും നിങ്ങളെ ചോദ്യം ചെയ്യാനോ വഴക്കുണ്ടാക്കാനോ വരത്തില്ല. നിങ്ങളിനി അവിടെ വേണം. കുട്ടിമണി ഈ അവസ്ഥയിൽ വയലോരം വീട്ടിലാണ് നിൽക്കേണ്ടത്. ഞാനങ്ങനെ തോറ്റ് തലകൊമ്പിട്ട് കയറി വരണമെന്നാണോ? ഇവിടെ തോൽവിയും ജയവും ഒന്നും ഇല്ലടാ. ഈ അവസ്ഥയിൽ കുട്ടിമണിക്ക് സുരക്ഷിതമായ ഒരു സ്ഥലം വേണം താമസിക്കാൻ. അവിടെ സന്തോഷമായിട്ടിരിക്കണം. ഗർഭിണിയായ മകളെ ശുശ്രൂഷിക്കാൻ, അവളെ സംരക്ഷിക്കാൻ, കൂടെ നിർത്തി ആശ്വസിക്കാൻ ശാരദയ്ക്കാവണം. അത് മാത്രം ചിന്തിച്ചാൽ മതി. ദുർവാശികളുടെ അവസാനം സങ്കടമാണെന്നൊരു ചൊല്ലുണ്ട്. അത്തരം സങ്കടങ്ങൾ മനസ്സിജനും കുട്ടിമണിക്ക് ഉണ്ടാവരുതെന്ന് എനിക്കുണ്ട്. അതാ നിങ്ങളുടെ അപ്പച്ചിയപ്പൻ ഇത് പറയാനായിട്ട് നിന്നെ തേടി ഇങ്ങ് വന്നത്. വയലോരം വീട്ടിലേക്ക് നിങ്ങൾ വരണം. ഇതൊരപേക്ഷയായിട്ട് നീ എടുത്താൽ മതി. അപ്പച്ചിപ്പ അല്ലെങ്കിൽ വേണ്ട, ഞാൻ കർശനമായിട്ട് പറയാമെന്ന് നീ കൂട്ടിക്കോ. നിന്നെ അനുസരിപ്പിക്കാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. ഇത് കാവടിയുടെ കൽപ്പനയാണ്. മനസ്സിജനും കുട്ടിമണിയും ഇനി വയലോരം വീട്ടിലുണ്ടാവും, ഉണ്ടാവണം. അയ്യോ, അല്ല, ഇവിടം വരെ വന്നിട്ട് കുട്ടിമണിയെ കാണാതെ പോവാണോ? കാവടിയച്ചൻ എന്നെ മാത്രമാണ് കണ്ടിട്ട് പോയെന്ന് അവൾ അറിഞ്ഞ എന്നെ കൊല്ലും, അറിയാലോ. വന്നേ. നിങ്ങളങ്ങോട്ട് വരാമെന്ന് പറഞ്ഞാലേ ഞാൻ വരൂ. അതൊക്കെ നമുക്ക് ആലോചിക്കാം. വാന്നേ. കുയില പൊടിച്ച് കൂട്ടിലടച്ച് കൂവ சொல்லுகிற உலகம். മോളെ, മോളെ എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തൊക്കെ നോക്കി. நான் அந்த கிளிக்கூடு பக்கத்துல போயிருந்தேன். அந்த கிளியோட பேசிக்கிட்டே இருந்துட்டேன். മോള് വല്ലതും കഴിച്ചോ? டீ குடிச்சோ அம்மா. அம்மா சாப்பிட்டாச்சா? ஓ, என்ன பண்ணாலும் கொஞ்சம் கொஞ்சம் தமிழ் நாவல வருது. അത് സാരമില്ല. മോള് കുഞ്ഞുനാളിലെ പറഞ്ഞ് ശീലിച്ചതല്ലേ. அப்பாவும் அம்மாவும் இருந்தப்பவும் வீட்ல தமிழ் மலையாளம் மிக்ஸ் தான் பேசுவோம். நான் மலையாளம் പറയണമെന്ന് അമ്മക്ക് നിർബന്ധമായിരുന്നു. அப்பா வந்து தமிழ், അമ്മ മലയാളത്തുകാരി. മോള് പറയുന്ന തമിഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. பழனி ஆண்டவன் தொட. தமிழ்நாடு கேரளா கனெக்ஷன் அப்படித்தாம்மா. முல்லைப்பெரியாறு ஆத்து தண்ணி தமிழ் மக்களுக்கு, அந்த தண்ணிய குடிச்ச பச்சைக்கறி കേരള மக்களுக்கு. അല്ല, എത്ര നാള് മുമ്പാ മോളുടെ അച്ഛനും അമ്മയും മരിച്ചത്? അല്ല, മോളോടെല്ലാം ചോദിക്കണമെന്നും ഒത്തിരി നേരം മിണ്ടണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ മോക്കറിയാലോ അമ്മയുടെ അവസ്ഥ. അറിയാം, പെരിയപ്പ പറഞ്ഞിരുന്നു. ആ, പെരിയപ്പ இன்னைக்கு കുട്ടുമണിയെ കാണാൻ പോയിരിക്കുക അല്ലേ? കുട്ടുമണി വരുമാ അമ്മ? എനിക്കറിയത്തില്ല മോളെ.
വന്നാ മതിയായിരുന്നു. വന്നാ അവളും മോളെ പോലെ ആ കിളിക്കൂടിനടുത്ത് പോയി നിന്നേനെ സദാ നേരവും. അതിനോട് വർത്താനവും പറഞ്ഞ്. பறவைகளை எல்லாம் கூட்டில் அடைச்சிடாதீங்கம்மா, ரொம்ப கஷ்டம். பாவம், செருக்கு வீசி பறந்து நடக்க வேண்டிய பறவைங்க. എന്റെ കുട്ടിമണി വന്നാലേ അവളുടെ കേക്ക് ഇതൊന്നും പറഞ്ഞേക്കല്ലേ, അവള് മോളെ കൊല്ലും. ஏய் அம்மா நோக்கிக்கோ, குட்டுமணியும் நானும் திக் ஃப்ரெண்ட்ஸ் ஆயிடுவோம். അല്ല, മോളുടെ അച്ഛനും അമ്മയ്ക്ക് എന്തു പറ്റിയെന്നാ പറഞ്ഞത്? പണ്ട് ഇവിടെ ജോലിക്ക് വന്ന ഒരാൾ ഇവിടുന്ന് ഒരാളെ സ്നേഹിച്ച് ഒപ്പം കൊണ്ടുപോയി എന്നൊരു കഥ വല്യണ്ണം പറഞ്ഞായിരുന്നു. ஆ, அது வந்து பெரிய ரொமான்டிக் ஸ்டோரி. அப்புறம் பழனியில தாமசம் தொடங்கி, பழனியில இருந்து வந்த ஷண்முகவேலும் பாரிய மகாலட்சுமியும் என்னோட அப்பாவும் அம்மாவும். சந்தோஷம் உள்ள லைஃபா இருந்தோம். அம்மா அப்பா அம்மா பரஸ்பரம் உயிரை கொடுத்து ஸ்நேகிச்சிட்டு இருந்தாங்க. அம்மா எப்பவும் அப்பா நெடலா ஒப்பம் காணும். അതായിരിക്കും പോയപ്പോ അപ്പാവും അമ്മാവും ഒന്നാ പോയത്. അതെങ്ങനെയായിരുന്നു മോളെ? அது வந்து பெரிய ஸ்டோரிமா. திருமுருகன் கோவில்ல உற்சவம் காண போயதா. கோவில்ல பாம்பு வச்சிருக்குன்னு யாரும் மைக்கில போய் சொல்லிட்டாங்க. ஊர் ஜனத்தோட திக்கு தெருக்கல பெட்டு மொத்தம் 12 ആളുകള് മരിച്ചുപോയി. മരിച്ചു പോയവരില് 2 പേര് ഷൺമുഖവേലും മഹാലക്ഷ്മിയും, എന്നോட അപ്പാവും അമ്മാവും. அந்த பொய் பொம்பை வெடிச்சு இல்லாதானது என்னோட லைஃப். மயிலோட உலகம். ഇപ്പം മോക്ക് പെരിയപ്പായി അമ്മയൊക്കെ കിട്ടിയില്ലേ, ഇങ്ങനൊരു വീട് കിട്ടിയില്ലേ? அது சந்தோஷம்மா. இருந்தாலும் எப்பவும் என்னோட அப்பாவோட அம்மாவோட முகம் மனசுலேக்கு வரும். மக்களுக்கு விளக்கு மாதிரி அப்பாவும் அம்மாவும். அந்த விளக்கு அணைஞ்சு போனா സങ്കടം ഉള്ള ഒരു കാര്യം ഓർക്കരുതെന്ന് പണ്ട് അപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആടും വീടും വിട്ട് വന്ന അമ്മാക്ക് കൊടുത്ത അഡ്വൈസ് അത് തന്നെ എനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മ കൺകൾക്ക് അറിയാനുള്ളതല്ല, സിരിക്കാനുള്ളതാണെന്ന്. ലൈഫിൽ എന്ത് പെരിയ പ്രശ്ന വന്നാലും കരഞ്ഞു പോവരുതെന്നായിരുന്നു അപ്പാവോட പോളിസി. இந்த ஒரு കാര്യത്തിലെ மட்டும்தான் நான் என்னோட அப்பாவை അനുസരിക്കാതിരുന്നിട്ടുള്ളത്. സങ്കടം വരുമെന്ന് കരുതി അപ്പാവും അമ്മാവും ഓർക്കാതിരിക്കാൻ പറ്റുമോ? കുട്ടുമണി, അപ്പാവക്ക് മുറ്റത്തല്ലേ കോവില് വെച്ചത്. நான் என் മനസ്സില അമ്മ അപ്പാക്കും അമ്മാവുക്കും കോവിൽ കട്ടിയിരിക്കരുത്. இந்த மயிலுக்கு பழனி ஆண்டவன் துணை. കുയിലെ പൊടിച്ച് കൂട്ടിലടച്ച് കൂവ ചൊല്ലഹിറ ഉലകം, മയിലെ പൊടിച്ച് കാലെ ഉളച്ച് ആളെ ചൊല്ലഹിറ ഉലകം. എന്താ പൊന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നത്? തുറച്ചു നോക്കുക മാത്രമല്ല, നിങ്ങളുടെ മൂന്ന് കിട്ടൊരു കുത്തു ചെരിഞ്ഞ്. എന്തിന്? നിങ്ങളിപ്പോ എന്താ പാടിയത്? ഞാനൊരു പാട്ട് പാടി. നിങ്ങളൊരു പാട്ട് പാടി. അതേത് ഭാഷയിലുള്ള പാട്ടാ പാടിയെന്ന്? ഹിന്ദി. ഇതോ? അല്ല, തമിഴ്. നിങ്ങളെന്തിനാ ആദ്യം ഹിന്ദിന്ന് കള്ളം പറഞ്ഞത്? എന്റെ പൊന്നെ, ഞാൻ പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആയി പോയെന്നേ ഉള്ളൂ. ഞാൻ പാടിയത് തമിഴ് പാട്ടാ. നല്ല പാട്ടല്ലായിരുന്നോ? പഴയ പടത്തിലെ പാട്ട്, ചിന്നത്തമ്പിയിലെ. പാട്ട് നല്ലതാ. ഈ പാട്ട് പാടുന്ന ഒരാളും കൂടെ ഉണ്ടല്ലോ ഈ വീട്ടില്. അതാരാ? നിങ്ങളുടെ അപ്പച്ചിയമ്മ. അവരുടെ പ്രായത്തിന് പാടാൻ പറ്റിയ പാട്ടാണല്ലോ ഇത്. എന്റെ മതി, രാവിലെ തന്നെ വഴക്കുണ്ടാക്കാതെ കാര്യം പറ. ആരാ ഈ പാട്ട് ഇവിടെ പാടുന്നത്? ആരാന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലേ? ഓ, മയിലമ്മയായിരിക്കും അല്ലേ? നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഇത്രയും നേരം ഇവിടെ കിടന്ന് ഈ പൊട്ടം കളിച്ചത്? അല്ല മതി, ഞാനിങ്ങനെ ഈ പാട്ട് പണ്ട് തൊട്ടേ ഇവിടെ പാടുമല്ലോ. അപ്പോ ഇന്നിപ്പോ ഇങ്ങനെ പാടി വന്നപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ കേട്ടതുകൊണ്ടായിരിക്കും.
അറിയാതെ എന്റെ വായില് തമിഴ് പാട്ട് വന്നു പോയെന്നേ ഉള്ളൂ. അയ്യോ, അങ്ങനെ അറിയാതെ നിങ്ങളുടെ വായിന്ന് തമിഴ് പാട്ട് വരണ്ട. മയിലമ്മ പാടിയ തമിഴ് പാട്ട് പാടാൻ നിൽക്കുന്നു ഒരു കുയിലപ്പൻ. ദേ, നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതാ, അവളെ കണ്ടിട്ടുള്ള വലിയ ഇളക്കൊന്നും നിങ്ങൾക്ക് വേണ്ടാന്ന്. എന്റെ പൊന്നു മതി, ഞാൻ ആ കൊച്ചിനെ നോക്കാറ് പോലും ഇല്ല. ഓ, കൊച്ചോ, അത് ശരി. അപ്പൊ നിങ്ങൾ ചെല്ലപ്പേരൊക്കെ ഇട്ട് വിളിച്ചു തുടങ്ങിയല്ലേ? എന്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങനെ പറയും? ഞാൻ ആ മൈലമ്മയെ നോക്കാറേ ഇല്ല. അവളെ എങ്ങാനും നോക്കിയാലോ, അവള് പാടുന്ന പാട്ട് വല്ലതും പാടിയാലോ, ഇവിടെ എങ്ങാനും നിങ്ങൾ തമിഴ് പറഞ്ഞാലോ നിങ്ങളുടെ മുതുകത്ത് ഞാൻ ഇടിക്കും. ആ, പിന്നെ നിങ്ങൾ മയിലെണ്ണ പുരട്ടേണ്ടി വരും കുറെ കാലത്തേക്ക്, കേട്ടല്ലോ? ശരി, മനസ്സിലായി. എന്ത് ശരി? എന്ത് മനസ്സിലായി? അല്ല, ഞാനീ മുറിക്കകത്ത് അല്ല വീട്ടിനകത്ത് മലയാളം പാട്ടേ പാടാവുന്നുള്ളത്. നിങ്ങൾ പാടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ പാടിയിട്ട് ഈ വീടിന്റെ ഫ്രണ്ടില് ഒരു ഫ്ലാറ്റ് ഒന്നും പണിയിക്കാനില്ലല്ലോ, ഉണ്ടോ? ഇല്ല. ആ, എന്നാ പിന്നെ വേണ്ട. ദേ, ഞാൻ പിന്നെയും പറയുക, പഴനിമലയുടെ താഴേന്ന് അവള് പീലി വിരിച്ചിവിടേക്ക് വന്നതിന്റെ പിന്നില് പല പല ഉദ്ദേശങ്ങൾ കാണും. വെറുതെ അവളുടെ ചൂണ്ടയിൽ കുരുങ്ങാനായിട്ട് നിങ്ങൾ നിൽക്കണ്ട, കേട്ടോ? ശരി. ഒരു പാട്ടുകാരൻ കുയിലപ്പൻ, നാണ ഇല്ലല്ലോ. നാണം കെട്ട് പാടണ്ടായിരുന്നു. മയിലമ്മ കൊള്ളാവല്ലോ, പുതിയ അവതാരം. വയലോരം വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില അത്ഭുതങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് പക്ഷെ ഒരു അത്ഭുതമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള ആ പെണ്ണിന്റെ വരവ് വെറും വരവാണെന്ന് അതെനിക്കും തോന്നി. വയലൂരം വീട്ടിൽ നിന്ന് കാവടിയും ആ കുപ്പച്ചിയമ്മയും കൂടി അമ്പലങ്ങൾ സന്ദർശിക്കാനെന്നും പറഞ്ഞു പോകുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നു, കൂടെ ഒരു പെണ്ണും. എന്തായാലും അവളെ വഴിയിന്ന് കളഞ്ഞു കിട്ടിയതൊന്നുമല്ല. പഴയ സുഹൃത്തിന്റെ മകളാണെന്നാ ആ കാവടിക്കളവ പറഞ്ഞത്. അയാൾക്ക് വല്ല രഹസ്യബന്ധത്തിലും ഉണ്ടായ മോളാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ സാധ്യതയും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അയാള് നാടലഞ്ഞ് നടക്കല്ലായിരുന്നു. അവൾക്ക് എന്തു പ്രായം വരും ആ മയിലിന്? ഒരു 25 വയസ്സ് അത്രേ വരും. അവളുടെ സ്വഭാവം എങ്ങനെ? പഞ്ചപാവോന്നുള്ള മട്ട. പക്ഷെ നമ്മൾ അറിയാതെ അവള് നമ്മളെ കാണുന്നു. എല്ലാ കാര്യത്തിലും വളരെ സൈലന്റ് ആയിട്ട് അവൾ ഇടപെടുന്നുമുണ്ട്. അവളുടെ നോട്ടത്തിനും ചലനത്തിനും സംസാര രീതിക്കുമൊക്കെ ഒരു പ്രത്യേക മൂർച്ചയുണ്ട്. നീയുമായിട്ട് അവൾ നേരിട്ട് സംസാരിച്ചോ എന്തെങ്കിലും? ഇതുവരെ ഇല്ല, പക്ഷെ നേരിട്ട് കോർക്കേണ്ടി വരും. അതാ എന്റെ മനസ്സ് പറയുന്നത്. വയലോരം വീട്ടിൽ അവകാശികളുടെ എണ്ണം കൂടുന്നു. അതങ്ങനെ വകവച്ചു കൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തു വേണമെന്നാ അമ്മ പറയുന്നേ? പറയാം. നിങ്ങൾ അറിഞ്ഞോ പുതിയ വിശേഷം വല്ലതും? എന്താ, നീ എണീറ്റ് നടക്കാറായോ? ഞാൻ എണീറ്റ് നടന്നോളാം, അതോർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. അമ്മ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു മനസ്സമാധാനം കൊടുക്കത്തില്ലല്ലേ? നീ നിന്റെ കാര്യം നോക്കടി. അമ്മ എന്തെങ്കിലും പറഞ്ഞാലേ ഞാൻ മറുപടി പറഞ്ഞെന്ന് വരും. അതെനിക്ക് അമ്മയോടുള്ള സ്നേഹം കൊണ്ടാ. അമ്മയോടുള്ള സ്നേഹത്തിന്റെ കാര്യമൊന്നും നീ കൂടുതൽ വിളമ്പണ്ട. സ്നേഹ കൂടുതൽ കൊണ്ടാണല്ലോ നീ ഇവിടെ കിടന്ന് അമ്മയെ ശുശ്രൂഷിക്കുന്നത്. അത് പിന്നെ ഞാൻ ഇവിടെ നിൽക്കേണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടാ. നീ അത് വിട. ഇങ്ങേർക്ക് നിന്നെ കാണുമ്പോ എന്തെങ്കിലും ഒന്ന് പറയണം. അല്ല, ഇവിടെ എന്തോ പുതിയ വിശേഷമുണ്ടെന്ന് നീ പറഞ്ഞല്ലോ. അല്ല, എന്താ പുതിയ വിശേഷം? വിശേഷവേ ഇവിടല്ല, പിന്നെ അങ്ങ് വയലോരം വീട്ടിലാ. എങ്ങാണ്ടെന്നൊരു തമിഴത്തി പെണ്ണിനെയും കൊണ്ട് വന്നിട്ടുണ്ടെന്ന് ആ കാവടിക്കളവനും പെണ്ണും പിള്ളയും. അതെയോ? നല്ല കാര്യം. മനസ്സിൽ നന്മയുള്ളവർക്ക് ആരെങ്കിലുമൊക്കെ സംരക്ഷിക്കാൻ കഴിയും. അങ്ങനെ വഴിയെ പോകുന്ന പട്ടിയും പൂച്ചയൊന്നും വയലോരം വീട്ടിൽ കൊണ്ടു നിർത്തേണ്ട കാര്യമില്ലല്ലോ. അവരവരുടെ വീട്ടിൽ ആരെങ്കിലും കയറ്റി താമസിപ്പിക്കട്ടെ. അതിന് നീ എന്തിനാ ഇവിടെ തുള്ളുന്നത്? അവരുടെയോ? വയലോരം വീട് അവരുടെ മാത്രം വീടല്ലല്ലോ. നാട്ടുനടപ്പനുസരിച്ച് രവിക്കും മതികലയ്ക്കും ആ വീടിന് അവകാശം. രവിക്ക് അവകാശം വേണമെങ്കിലേ അത് രവി ചോദിച്ചു വാങ്ങിച്ചു. അതിനെ നിങ്ങൾ അമ്മയും മകളും ചേർന്ന് കൊമ്പുകുലുക്കുന്ന എന്തിനാ? ഞങ്ങൾക്കേ കാര്യമുള്ളതുകൊണ്ട് തന്നെയാ കൊമ്പ് കുലുക്കുന്നത്.
വാലാട്ടി നിന്ന് ശീലിച്ചിട്ടുള്ളവർക്കേ അത് പറഞ്ഞ മനസ്സിലാവത്തില്ല. സ്വന്തം വാല് കുലുങ്ങിയ ഭൂമി കുലുങ്ങും എന്ന് പറയുന്നൊരു പക്ഷിയുണ്ട്. ആ, നീ നിന്റെ മോൾ അതുപോലെ. ഞങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാം. നീ നിന്റെ അമ്മ എഴുന്നേറ്റ് നിൽക്കാൻ പ്രാർത്ഥിക്കടി. അത് കഴിഞ്ഞ് മതി പുതിയ പടപ്പുറപ്പാട്. ആ, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പെങ്കൊച്ചു, അത് ഏതാ എന്താന്നറിഞ്ഞിട്ട് മതി അതിനോട് യുദ്ധത്തിന് പോകുന്നത്. ആ, ദേ വെറുതെ അന്യനാട്ടിൽ നിന്ന് വന്ന പെങ്കൊച്ചിനോട് അടിമേടിച്ചൊന്നുമില്ല, നാണക്കേട് വേണ്ട. പിന്നെ അടിച്ചു അവളെ അതിന്റെ അകത്തിട്ട് ചുടുഞ്ഞ്. ഇത്രയും നാള് കുട്ടിമണിയായിരുന്നു നിന്റെ ശത്രു. ദേ ഇപ്പൊ ഒരാളെ കൂടെ കിട്ടി. ഇനിയിപ്പോ രണ്ട് കയ്യിലും വാള് വെച്ച് യുദ്ധത്തിനിറങ്ങാലോ. കഷ്ടം. അവൾ ആരാണെന്ന് ഞാൻ തിരക്കും. എവിടെ നിന്നാണ് ആ മയില് വയലോരം വീട്ടിലേക്ക് പറന്ന് വന്നതെന്ന്. എന്റെ തലയ്ക്ക് മീതെങ്ങാനും അവള് വന്ന മുറിച്ച് കളയും ഞാൻ രണ്ട് ചിറകുകളും. കാര്യങ്ങൾക്കൊരു തീരുമാനമായി അല്ലേ സിജ? അതെ. എന്നിട്ട് സിജൻ എന്ത് തീരുമാനിച്ചു? വയലോരം വീട്ടിലേക്ക് പോകുക തന്നെയാണോ? തൽക്കാലം അതല്ലാതെ വേറൊരു വഴിയില്ല. ഈ വീട് എന്തായാലും ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. പെട്ടെന്നൊരു വീട് കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാൽ ഏട്ടത്തി പറയും, ഞാൻ എന്താ വേണ്ടത്? വയലോരത്തേക്ക് പോകുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷേ സൂക്ഷിക്കണം. ഏട്ടത്തി എന്താ ഉദ്ദേശിക്കുന്നത്? ആരാണ് ശത്രു ആരാണ് മിത്രമെന്നൊന്നും അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയായി ഇപ്പം വയലോരം വീട്ടില്. എനിക്കറിയാം ഏട്ടത്തി, ഞാൻ സൂക്ഷിച്ചോളാം. വയലോരത്തിപ്പോ കുട്ടിമണിയോട് ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. എന്നാലും അറിയാലോ, മതികല കടല് പോലെ അവള് ഇങ്ങനെ പതുങ്ങിക്കിടക്കും. എപ്പോഴാ ഒരു വൻ തിരമാലയായിട്ട് പാഞ്ഞു വരുന്നതെന്ന് അറിയത്തില്ല. അവളുടെ മനസ്സിന്റെ ആഴം അളക്കാൻ കഴിയില്ല ആർക്കും. അറിയാം, അവളെ മറ്റാരെക്കാളും അറിയാവുന്നത് എനിക്കല്ലേ. സിജ, അമ്മേ. അമ്മേ, സിജനെയും കുട്ടിമണിയെയും വയലോരം വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചോന്ന്. അങ്ങോട്ട് പോവാന്ന് പറയാൻ വന്നതാ. ഞാനെന്നാ പോട്ടെ ഏട്ടത്തി. നിന്നാ നല്ല മുരിങ്ങയിലത്തോരനും കൂട്ടി ഒരു പിടി ചോറുണ്ടച്ച് പോവാം. വേണ്ടാഞ്ഞിട്ടല്ലേ ഏട്ടത്തി, കുട്ടുവിനെ കൊണ്ട് ഒരു ദിവസം വരാം. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ചോറുണ്ടെന്നങ്ങനെ അവൾ അറിഞ്ഞ കൊല്ലു എന്നെ. അതുകൊണ്ടാ. പോട്ടെ ഏട്ടത്തി, പോട്ടെ അമ്മേ. ശരി. പുറത്തു നിന്നവരെല്ലാം ഒന്നായി അല്ലേ മോളെ? നീ മാത്രം പുറത്ത്. നിന്നെ മാത്രം ആർക്കും വേണ്ട. ഞാനല്ലെങ്കിലും ആൾക്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവളല്ലേ അമ്മേ? വാവട്ടു. മനുഷ്യ, അങ്ങനെ നമ്മള് വീണ്ടും വലയോരം വീട്ടിലെത്തി. കുട്ടിമണി ആരോടും വഴക്കിനൊന്നും പോരുത് കേട്ടോ. ആർക്കും ഒരു ശല്യം ഉണ്ടാക്കരുത്. നമ്മുടെ മുറിയിൽ അടങ്ങി ഒതുങ്ങിയിരുന്നോണം കേട്ടോ. ഇരുന്നോളെ. അമ്മേ, അമ്മേ, അപ്പച്ചമ്മേ, കാവ്യച്ചാ, ഞാൻ വന്നു. മോളെ കുട്ടിമണി, അമ്മേ, മോളെ, എന്റെ മോള് വന്നല്ലോ. എന്റെ പൊന്നുമോളങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. അതെന്നാന്നറിയാവോ? ഞാൻ തിന്നുന്ന ഭക്ഷണമൊക്കെ ഈ കുഞ്ഞോനെ തത്തി എഴുതി തിന്നുന്നോണ്ടാ. ഞാൻ കണ്ടില്ലേ എന്റെ വയറ് വലുതായിട്ട് വരുന്നേ. അപ്പച്ചമ്മയുടെ പൊന്നുമോളിനി എങ്ങോട്ടും പോണ്ട. അപ്പച്ചമ്മ വിടത്തില്ല. ഇടണ്ട. പിന്നെ അപ്പച്ചമ്മേ, വലിയച്ച് വന്നായിരുന്നു, അറിഞ്ഞായിരുന്നോ? ഞാൻ എല്ലാം അറിഞ്ഞു. അയ്യോ അപ്പച്ചമ്മ. മോനെ, നീ എന്താ അന്യനെ പോലെ മാറി നിൽക്കുന്നത്? അത്
അതല്ലേ അപ്പച്ചി അപ്പം നല്ലത്. നീ ഞങ്ങളുടെ കുട്ടിമണിയുടെ ഭർത്താവാ. ആ സ്ഥാനം നിനക്കുണ്ട്. നീ അങ്ങനെ പുറമ്പോക്കി പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അല്ലാതെ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ആ, നിങ്ങൾ രണ്ടുപേരും കയറി വാ. അല്ല, ബാലേട്ടനും രവിയേട്ടനും ഏട്ടത്തിമാരും അവരൊക്കെ നിങ്ങളെ സ്വീകരിക്കാൻ നിൽക്കുന്നാണോ കരുതിയത്? അതെ, നീ വാ മോനെ. കുട്ടിമണിയെ സ്വീകരിക്കാൻ ഒരാളിവിടെ കാത്തിരിപ്പുണ്ട്. മയില്. ആ, കാവടിയച്ചൻ പളനിന്ന് കൊണ്ടുവന്നതാ. പെണ്ണിന്റെ ഒരു ചോദ്യം, ചിറകും പീലിയൊന്നും ഇല്ല. പക്ഷെ നിന്നെ പോലൊരു സുന്ദരി കുട്ടിയാ, നിനക്ക് പറ്റിയ കൂട്ടും. എന്നാ ഞാനൊന്ന് കാണട്ടെ. മയിലേ, മയിലേ, മയിലേ. മയിലമ്മോ, മയിലേ, പീലി മയിലേ, മയിലമ്മോ, മയിലമ്മോ, പീലി മയിലേ. நான் தான் மயிலம்மா. മയിലെണ്ണയോ? மயிலெண்ண இல்ல, மயிலம்மா என் பேரு. എനിക്കിഷ്ടായി. ഈ മയിലമ്മ എനിക്ക് ഇഷ്ടായി. നല്ല നല്ല മയിലമ്മ. അതെ, ഈ മബീലി ഒന്നില്ലേ? അയ്യോ, ഇതെന്താ? ഇതെന്നെ മൂക്കി കമ്മലിട്ടേക്കുന്നേ? இது மூக்கல கம்மல் இல்ல, இதுதான் மூக்குத்தி. മൂക്കുട്ടി, മൂക്കുട്ടി. എനിക്കുണ്ട് മൂക്കുട്ടി. കാവടിയച്ചന്റെ കുട്ടിമണിക്ക് ഇഷ്ടപ്പെട്ടോ ഈ കൂട്ടുകാരിയെ? ഇഷ്ടപ്പെട്ടു. ഈ വീട്ടിലെ കിളിക്കൂടുണ്ടായിരുന്നപ്പോഴേ ഞാൻ ഓർത്തതാ ഒരു മയിലിനെ വളർത്തണമെന്ന്. ഇപ്പൊ ഏതായാലും മയില് വന്നല്ലോ. അത് കൊള്ളാം. അപ്പൊ കിളിക്കുഞ്ഞുങ്ങളുടെ കൂടെ കുട്ടിമണിക്ക് വളർത്താൻ ഒരു മയിലിനെ കൂടെ കിട്ടി. இல்ல, കുട്ടുമണിയോட വയറ്റിൽ இருக்கிற ചിന്ന കുഴந்தைக்கு സൗഖ്യമാ? എന്നാ? ആ, മോളുടെ വയറ്റിലുള്ള കുഞ്ഞു ബാവയ്ക്ക് സുഖമാണോ എന്നാ മയില് ചോദിച്ചത്. കുഞ്ഞാഴ്ച സുഖാണോ എന്ന് ചോദിച്ചാലേ ഞാൻ അവക്കെ നല്ല ഒന്നാം തരം പേരങ്ങ് ഇട്ടിട്ടുണ്ട്, കുഞ്ഞുമണി. இந்த വയറ്റിൽ இருக்கிற കുഞ്ഞുമണിക്ക് സുഖാണോന്ന്? സുഖ. അതെ, ഞാനേ കുഞ്ഞുമണിയോട് പറയാവേ ഇവരെ ഒരു മയിലമ്മ വന്ന കാര്യം. എടിയേ കുഞ്ഞോനെ, ഒരു കുഞ്ഞുമണി പെണ്ണേ, എടി കുഞ്ഞോനി എനിച്ചടി. അതെ, പിന്നെ നമ്മളെ പിന്നെ വളവരം വീട്ടിൽ വന്നേ. ഇവിടെ വന്നപ്പേ ഇവിടെ വലിയൊരു സംഭവം. എന്താന്ന് വെച്ചാലേ ഇവിടെ ഒരു മയിലമ്മ വന്നിരിക്കുന്നു. പീലൊന്നും ഇല്ലാത്ത മയിലമ്മയാ. അതെ, നീ വരുമ്പോ കാണാവേ. ഞാനും അതെ ഭയങ്കര കൂട്ടാ. അയ്യോ, ഞാൻ തരാവേ. ആ, നിങ്ങൾ രണ്ടുപേരും കാറ്റുകൊണ്ട് ഇവിടെ കിടക്കാൻ പോവാണോ? ഞങ്ങൾ രണ്ടുപേരും കാറ്റും കൊണ്ട് ഇവിടെ കിടക്കാൻ പോവല്ല, നിങ്ങൾ കാറ്റും കൊണ്ട് ഇവിടെ കിടക്കും. ഞാനോ? ആ, ഞാൻ തന്നെ. എന്താ വരാന്തേ കിടന്നാ? നിങ്ങൾക്ക് മൂക്കിപ്പനി വരുമോ? അല്ല, ഞാനിപ്പോ വരാന്തേ കിടക്കണ കാര്യം എന്നാ? പിന്നെ ആ എലിപ്പത്തായം പോലുള്ള മുറിയിൽ നമ്മളെല്ലാരും കൂടെ കിടക്കുവോ? ഇനി ഞാനും എന്റെ മോളും കൂടെ ആ മുറി കിടക്കുന്നത്. നിങ്ങൾ ഈ വരാന്തയിൽ ഇവിടെ കിടന്നാ മതി. അത് ശരി. അപ്പൊ അമ്മയും മോളും കൂടെ എന്നെ ഔട്ടാക്കിയല്ലേ? അമ്മ, പെരിയപ്പ മുറിയിൽ കിടക്കട്ടെ, നാമ ഹാളിലെ പടുക്കണം. പിന്നെ ഹാളി കിടന്ന് പെങ്കൊച്ചുങ്ങളെ വീട്ടിൽ അടച്ചുറപ്പുള്ള മുറിയിലാ കിടക്കേണ്ടത്. ഇങ്ങേര് വരാന്തേ കിടന്നോളും. ഇങ്ങേരെ ഇനി ആരെങ്കിലും എടുത്തോണ്ട് പോവോ? ഇല്ലല്ലോ. എടുത്തോണ്ട് പോയാലോ? എടുത്തോണ്ട് പോയാൽ അങ്ങ് പോട്ടേന്ന് വെക്കും. എനിക്ക് എന്റെ മോളുണ്ടല്ലോ. ഇനിയിപ്പൊ നിങ്ങളെന്തിനാ? ഓ, അപ്പൊ അവിടെ വരെയായി കാര്യങ്ങള്. അമ്മ ഇങ്ങനെ ഒന്നും പറയല്ലേ, പെരിയപ്പാക്ക് വിഷമം വരും. പിന്നെ വിഷമം എന്നെ 10-35 വർഷം വിഷമിപ്പിച്ചതാ അല്ലേ? നിങ്ങൾക്ക് എന്നോട്ടാ ഈ വരാന്തേ കിടക്കാൻ വയ്യാത്തത്? ലോകത്തുള്ള സർവ്വ അമ്പലങ്ങളുടെ വരാന്തയിലും കടത്തിണ്ണയിലും നിരങ്ങി കിടന്നുറങ്ങിയതല്ലേ. പിന്നെ ഇപ്പൊ എന്താ?
നീ ചിലക്കണ്ട രാത്രിയിൽ. ഞാനേ ഇവിടെ കിടന്നോളാം. മോളെ സൂക്ഷിച്ചു വേണം കേട്ടോ. ഇവൾക്ക് ഉറക്കത്തിൽ കിടന്ന് വർത്തമാനം പറയുന്ന സ്വഭാവമൊക്കെ ഉണ്ട്. പിന്നെ കൂർക്കമ്പലി എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നിനക്കറിയാലോ. അതൊന്നും പറവാല്ല. നായേ അമ്മാവോட സ്വസ്ഥമാ സമാധാനമാ പടുത്ത് തൂങ്ങുവ. ഫസ്റ്റ് അമ്മാവും കൊള്ളാം, മോളും കൊള്ളാം. പിന്നെ വേറൊരു കാര്യം, ഇവള് ഉറക്കത്തിൽ ചില ദുസ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ കഴുത്ത് പിടിക്കാൻ വരും. അത് സൂക്ഷിച്ചോണം. ஒண்ணு போ பெரியப்பா. இப்படி எல்லாம் சொன்னா நான் பேடிக்கல. பேய் பிசாசு ஒண்ணும் எனக்கு പേടിയില്ല. പ്രേതത്തിനും പിശാചിനൊന്നും പേടിയില്ലെങ്കിലേ നീ ഇവളുടെ കൂടെ കിടന്നു, ഒരു കുഴപ്പമില്ല. മനുഷ്യനെ പിടി. അപ്പൊ കാവടി പിന്നെയും നടപ്പന്നലിലായി. സാരമില്ല. മുരുകാ കാത്തോളണേ. അതേதான் பெரியப்பா. ஆண்டவன் துணை. മുരുകാ. കുട്ടു എന്തു പറ്റി? മനുഷ്യ ഭയങ്കര അങ്ങ് ക്ഷീണം, തലയൊക്കെ അങ്ങ് കറങ്ങണ പോലെ തോന്നുവാ. തല കറങ്ങുന്നോ? എന്താ എന്തു പറ്റി? എണീറ്റേ എണീറ്റേ. എന്തു പറ്റി? അയ്യോ ഈശ്വര ഈശ്വര. ഇച്ചിരി വെള്ളം ഉണ്ടാ മനുഷ്യ, തൊണ്ടയില്ലേ ഭയങ്കര ദാഹം. ഞാനേ അങ്ങ് ഉണങ്ങി പോവാ. ഈ മൂക്കിനകത്ത് തന്നെ ഏതാണ്ട് ചൂട് പോലെ ഇങ്ങ് ഏങ്ങി വന്നേ. ഞാൻ കരുതിയേ ഏതാണ്ട് നൂൽപ്പാമ്പായിരിച്ചു വന്ന്. നൂൽപ്പാമ്പൊന്നും അല്ല കുട്ടു, ചോരയാ. കണ്ടില്ലേ? ഇവിടെ ഇരിക്കും, ഞാൻ വെള്ളം എടുത്തു. എന്താ മോനെ? അതമ്മേ കുട്ടിമണിക്ക്. എന്താ കുട്ടിമണിക്ക്? എന്താ? കുട്ടിമണിയുടെ മൂക്കിൽ നിന്ന് ചോര വരുന്നു. എന്റെ ഈശ്വര, പരുത്തിക്കവലമ്മേ, എന്റെ കുഞ്ഞിന് എന്നതാ? കുട്ടു ദാ വെള്ളം കുടിച്ചു. മോളെ കുട്ടിമണി. അയ്യോ സിജ, ചോര വരുന്നുണ്ടല്ലോ മോനെ. ഡോക്ടർ പറഞ്ഞതുപോലെ പ്രഷർ വേരിയേഷൻ ആയിരിക്കും അമ്മേ. സാരമില്ല, ഇത്തിരി കഴിയുമ്പോൾ നിന്നോളും. കുട്ടു ആശുപത്രി പോണോ? പറ. പോണെങ്കിൽ നമുക്ക് ഇപ്പൊ പോവാം. എന്റെ ആശുപത്രി ഒന്നും പോണ്ട മനുഷ്യ, എന്റെ ഇച്ചിരി വെള്ളം കൂടി ഇങ്ങ് തന്നാ മതി. അമ്മേ എന്റെ ആശുപത്രി ഒന്നും പോണ്ട. പോയാൽ എന്റെ ശമക്കും എന്റെ അത് പേടിയാ. ഒന്നുണങ്ങിയ ക്ഷീണങ്ങ് വരും. മനുഷ്യ എന്നെ ഒന്ന് കരുത്തിച്ച് എനിക്ക് അങ്ങ് ഉറങ്ങണം. കിടന്നു കുട്ടി കിടന്നു. കാര്യം കൊണ്ടു ഉറങ്ങിക്കും. മോനെ ആശുപത്രി കൊണ്ടുപോണോ? അല്ല അന്നത്തെ ഗുളിക വല്ലതും ഇരിപ്പുണ്ടോ? അന്നത്തെ ഗുളിക 1-2 ഇരിപ്പുണ്ട്. പക്ഷേ ഡോക്ടറിനോട് ചോദിക്കാതെ എങ്ങനെയാ? നോക്കാമേ, ഇല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോവാ. ആശുപത്രി പോവണ്ട, പേടിയാ. അയ്യോ കുന്തശമ്മക്ക് കുട്ടു നോക്കട്ടെ. അമ്മേ ചോര വരുന്നത് നിന്നമ്മേ. ഇനിയിപ്പോ കുഴപ്പമൊന്നും കാണത്തില്ലെന്ന് തോന്നുന്നു. എന്നാലും എന്റെ പരുത്തിക്കവലമ്മേ, എന്തൊരു പരീക്ഷണോ ഇത്. എന്നാലും ഇത് എത്രാമത്തെ തവണയാ കുട്ടിമണിയുടെ മൂക്കിന്ന് ചോര വരുന്നത്? ഇതിന്റെ പേരിൽ തന്നെയല്ലേ അന്ന് ഹോസ്പിറ്റലിൽ കിടന്നത്? അതെ, ഞാൻ അതല്ലേ ഇന്തുവടത്തി ഓർക്കുന്നത്. ഒരു രാത്രി ഇതുപോലെ സംഭവിച്ച ആരും അത് കണ്ടില്ലെങ്കിൽ നേരം വെളുക്കുമ്പോഴേക്കും ചോര വാർന്നു കുട്ടിമണി. അയ്യോ എന്റെ ഭഗവതി, എന്റെ പൊന്നുമോള്. അമ്മ ചുമ്മാ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഭഗവതിക്ക് രാത്രി ഇവിടെ ഒന്ന് കുട്ടിമണിയുടെ മൂക്കും പൊത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റൂ? ഇല്ലല്ലോ. എന്റെ അമ്മേ, ഓരോ ദിവസം കഴിയും തോറും കുട്ടിമണിയുടെ ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ജ്യോതിശാസ്ത്രവും വൈദ്യശാസ്ത്രവും എല്ലാം ഒന്നിച്ചു പറഞ്ഞിട്ടും അമ്മയുടെ നിപ്പ് കണ്ടില്ലേ? പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്നുള്ള മട്ട്.
ഞാൻ എന്ത് ചെയ്യണം മക്കളെ? എന്ത് ചെയ്യണോന്ന് ഞങ്ങൾ അമ്മയോട് പറഞ്ഞിരുന്നതല്ലേ? കുട്ടിമണിയുടെ വയറ്റിലെ കുഞ്ഞ് ഇല്ലാതാവണം. അയ്യോ, ഇല്ലെങ്കിൽ കുട്ടിമണി ഇല്ലാതാവും. അത് അയ്യോ. ഞങ്ങൾ ഇത് പറയുന്നത് കുട്ടിമണിയുടെ വയറ്റിലുള്ള കുഞ്ഞിനോടുള്ള ദേഷ്യം കൊണ്ടാണോ? അല്ലല്ലോ. അതെ, ഞങ്ങൾക്ക് എന്താ ആ കുഞ്ഞിനോട് ദേഷ്യം? കുട്ടിമണിയോട് ഞങ്ങൾക്കുള്ള ഉത്കണ്ഠ കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യണം മക്കളെ? കാര്യത്തിന്റെ ഗൗരവം അമ്മ മനസ്സജനോട് പറയണം. അതെ, കുട്ടിമണി ഇല്ലാതായാലും മനസ്സജന് കുഴപ്പമൊന്നുമില്ല. അവന് വേറെ ഭാര്യയെ കിട്ടും. പക്ഷേ അമ്മയ്ക്ക് വേറെ മോളെ കിട്ടുമോ? ഇല്ലല്ലോ. അതില്ലല്ലോ. അപ്പോ പറയാനുള്ള കാര്യം അമ്മ കൃത്യമായിട്ട് മനസ്സജനോട് പറയുക. കുഞ്ഞിനെ ഇല്ലാതാക്കാൻ മനസ്സജൻ തയ്യാറായില്ലെങ്കിലോ? ഇല്ലെങ്കിൽ പിന്നെ വരുന്നതങ്ങ് അനുഭവിക്കുക. കലെ, ഞാൻ കിടക്കാൻ പോവാ. ഇനിയെല്ലാം അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. കേട്ടില്ലേ? വിധിയെ തടുത്ത് നിർത്താൻ ആർക്കും സാധിക്കില്ല. കണ്ടില്ലേ അമ്മേ, അവര് കൈ കഴുകി പോയത്. എനിക്കങ്ങനെ പോവാൻ പറ്റത്തില്ല. ദേ, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുക, എങ്ങനെയെങ്കിലും മനസ്സജനെ കുട്ടിമണിയുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കണം. കുട്ടിമണിയോട് ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സജൻ കുഞ്ഞിനെ നശിപ്പിച്ച് കുട്ടിമണിയുടെ ജീവൻ രക്ഷിക്കാൻ തയ്യാറാവും. അല്ലെങ്കിലോ? ഇല്ലെങ്കിൽ അമ്മ ഇപ്പോഴേ മനസ്സിനെ പാകപ്പെടുത്തിക്കും മകളുടെ മരണവാർത്ത ഉൾക്കൊള്ളാൻ. ഒരു കുട്ടിയുണ്ടായാൽ വയലോരം വീട്ടിലെ അവകാശം ഒന്നുകൂടി ഉറക്കുമല്ലോ. നഷ്ടം നമുക്ക് മാത്രം. ഇന്ദു ഇതെവിടെയായിരുന്നു? ഞാൻ അപ്പുറത്ത് അമ്മയുടെ അടുത്തായിരുന്നു. ആ പിന്നെ, കുട്ടിമണിയുടെ മൂക്കിന്ന് ചോര വന്നു. ചോര വന്നോ? ആ, അതവള് മൂക്കിൽ വിരലിട്ടതാവും. നഖം വെട്ടത്തില്ലല്ലോ പെണ്ണ. അവിടെ എന്തെങ്കിലും നടക്കട്ടെ. ഇന്ദു എന്തിനാ അതിന്റെ വാല് പിടിക്കാൻ പോയത്? കുട്ടിമണിയെ നോക്കാൻ അവളുടെ ഭർത്താവുണ്ടല്ലോ, മിടുമിടുക്കനായ മനസ്സജൻ. അവനോട് നമുക്ക് ഉള്ളില് ദേഷ്യമുണ്ടെന്ന് കരുതി അത് കുട്ടിമണിയോട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മനസ്സജനോട് വൈരാഗ്യം കാണിച്ചുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? ചന്ദ്രേട്ടന്റെ മനസ്സ് നീറിപ്പുകഞ്ഞ് ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ചന്ദ്രേട്ടനെ ചതിച്ചത് ചന്ദ്രേട്ടന്റെ ഒപ്പം കിടന്നുറങ്ങിയ ഭാര്യ തന്നെയല്ലേ. മനസ്സജനെ സംബന്ധിച്ച് അവൻ അന്യൻ. സീത പറഞ്ഞത് അവൻ അനുസരിച്ചു, അത്രയുള്ളൂ. ചന്ദ്രേട്ടൻ താലി കെട്ടിയത് സീതയുടെ കഴുത്തിലല്ലേ? ആ വിഷയം വിടുന്നു. ഞാൻ അതൊക്കെ എന്നെ വിട്ടു. ചന്ദ്രേട്ടൻ അത് മനസ്സിൽ ചുമക്കുന്നതുകൊണ്ടല്ലേ എപ്പോഴും മനസ്സജനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചങ്ക് കുത്തി കീറിയവനെ ചിരിച്ചു കാണിക്കാൻ എനിക്കറിയത്തില്ല. പക്ഷേ സീതയുടെ മനസ്സ് കുത്തിക്കീറാൻ ചന്ദ്രേട്ടന് തോന്നുന്നില്ലല്ലോ. ഞാനിപ്പോ എന്ത് വേണം? ഈ രാത്രി തന്നെ പോയി സീതേനെ കൊല്ലണോ? അയ്യോ വേണ്ടായേ. ചന്ദ്രേട്ടന്റെ നെഞ്ചു നീറുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പാവം കുട്ടിമണിയെ കുറിച്ചാ ഇപ്പൊ ഓർക്കുന്നത്. പാവം, അവക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട് ചന്ദ്രേട്ട. എന്തു കുഴപ്പം? എന്തോ സീരിയസ് ആയൊരു ഇഷ്യൂ ഉണ്ട്. അതാ മൂക്കിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോര വരുന്നത്. ഗർഭവും പ്രസവവും ഒന്നും കുട്ടിമണിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല ചന്ദ്രേട്ട. അതെന്താ? ഞാൻ അറിഞ്ഞ ഒരു രഹസ്യ വിവരാ. കുട്ടിമണിയെ നോക്കിയ ഡോക്ടർ നമ്മുടെ കലയോട് പറഞ്ഞതാ. എന്ത്? പ്രസവത്തോടെ കുട്ടിമണിയുടെ ജീവൻ ചിലപ്പോ അപകടത്തിലായേക്കുന്നു. ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? ആ, അങ്ങനെ നോക്കുമ്പോ കുട്ടിമണി പ്രസവിക്കാതിരിക്കുന്നത് തന്നെയാ ചന്ദ്രേട്ട നല്ലത്, അല്ലേ? മനസ്സജന് കുട്ടിമണി പ്രസവിക്കണമെന്നായിരിക്കും താല്പര്യം. ഒരു കുട്ടിയുണ്ടായാൽ വയലോരം വീട്ടിലെ അവകാശം ഒന്നുകൂടി ഉറക്കുമല്ലോ. എന്നാലും അവളുടെ ജീവൻ എന്തെങ്കിലും സംഭവിക്കാന്ന് വെച്ചാ എനിക്ക് ഓർക്കാൻ വയ്യ. അതറിഞ്ഞതുകൊണ്ടാ ചന്ദ്രേട്ട ഞാൻ പറഞ്ഞത് കുട്ടിമണി ഇവിടെ വന്ന് നിക്കട്ടേന്ന്. നാളെ എന്തേലും സംഭവിച്ചാ അതൊരു വിഷമാവരുതല്ലോ. ചന്ദ്രേട്ടൻ ഏതായാലും ആരോടും ദേഷ്യമൊന്നും കാണിക്കാൻ പോണ്ട. ചന്ദ്രേട്ടനോട് കാണിച്ച ചതിക്കെല്ലാം ദൈവം കൊടുത്തോളും തക്ക ശിക്ഷ. തുറന്നു പറഞ്ഞ എന്റെ അഭിപ്രായം കുട്ടിമണിക്കിപ്പോ ഒരു കുഞ്ഞ് വേണ്ടാന്ന് തന്നെയാ. എന്താണ് അവളുടെ ആരോഗ്യ പ്രശ്നമെന്ന് കണ്ടുപിടിച്ച് അത് പരിഹരിച്ചിട്ട് മതി. അല്ലെങ്കിൽ
നാളെ ഒരു കുഞ്ഞുണ്ടാവും. കുട്ടിമണിയെ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. നാളെ മനസ്സുജൻ എന്ന് പറയുന്ന ചതിയൻ വയലോരം വീടിന്റെ അവകാശം വാങ്ങിച്ചെടുത്തിട്ട് കുഞ്ഞിനെ ഈ വരാന്തയിൽ വെച്ച് വേറെ ഏതെങ്കിലും പെണ്ണിനെ കൂട്ടി അവന്റെ പാട് നോക്കി പോകും. നഷ്ടം നമുക്ക് മാത്രം. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.